നമസ്കാരം. കേരളത്തിലെ വലതുപക്ഷ പാർട്ടികൾ, ഫാർ റൈറ്റ് വിംഗ് പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ BJP പേര് മാത്രമാണ് എല്ലാവരും ഒരുപോലെ പറയുന്നത്. BJP എതിർക്കുന്നതിന്റെ പ്രധാന കാരണം തന്നെ അവർ തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് എന്നുകൊണ്ടാണെന്ന് ഇവർ പറയുകയും ചെയ്യും. തീവ്ര ദേശീയതാവാദം എന്നൊരു പോയിന്റ് ഒഴിച്ചു നിർത്തിയാൽ എന്തുകൊണ്ടും ലക്ഷണമൊത്ത ഒരു തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസിന്റെ തണലിൽ നിൽക്കുന്നത് കൊണ്ടും ലീഗ് സമം മതേതരത്വം എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുന്നത് കൊണ്ടും മാത്രം ലീഗ് അങ്ങനെ ആവാതിരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിലെ യുവ നേതാവ്, അതായത് ഭാവിയിലെ മൂത്ത നേതാവ് PK ഫിറോസ് ലൈംഗിക ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പറഞ്ഞത് നോക്കുക. പലരും അതിന് പല ന്യായീകരണങ്ങളൊക്കെ ഇറക്കുന്നുണ്ടെങ്കിലും PK ഫിറോസ് പറഞ്ഞത് ഇസ്ലാമിക മതവിധിയാണ്. അതിപ്പോൾ വ്യാപകമാകുന്ന ഒരു തോന്നലാണ് എന്നൊക്കെ പറയുന്ന PK ഫിറോസിന് മതചരിത്രം എടുത്ത് നോക്കിയിരുന്നെങ്കിൽ ലൂത്ത് നബിയുടെ കാലം മുതലുള്ള കഥകൾ കാണാൻ കഴിയുമായിരുന്നു. അത് പോകട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാം. സമീപകാലത്ത് അമേരിക്കയിൽ ട്രാൻസ്ജെൻഡർ എന്ന വിഭാഗത്തെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ട്രംപ് ഇല്ലാതാക്കിയതിനെയൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഈ ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ അനുചരന്മാർ നമ്മുടെ ഫിറോസിനെ അനുകൂലിക്കുന്നത്. അമേരിക്കൻ ഫാർ റൈറ്റ് വിങ്ങിന്റെ നേതാവായ ട്രംപിനോടൊക്കെ ഈ വിഷയത്തിൽ ഐക്യപ്പെടാൻ ലീഗിന് അല്ലെങ്കിൽ ലീഗുകാർക്ക് കഴിയുന്നത് അവരും അങ്ങനെ ഒരു രാഷ്ട്രീയ മുഖമുള്ള പാർട്ടി ആയതുകൊണ്ടാണ്. ഗാസ ഒഴിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ട്രംപിനോട് മാത്രമല്ല, ഇന്ത്യയിൽ ലീഗിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവായി അവർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന സംഘപരിവാറുമായി വരെ ലീഗ് ഐക്യപ്പെടുന്നുണ്ട്. ട്രംപിനോട് ഐക്യദാർഢ്യപ്പെടുന്നത് ട്രാൻസ്ജെൻഡർ വിഷയത്തിലാണെങ്കിൽ സംഘപരിവാറിനോട് യോജിക്കുന്നത് സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഈ ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരെ നടന്ന നാമജപ പ്രതിഷേധങ്ങൾക്ക് നാരങ്ങാ വെള്ളം കൊടുക്കാൻ ലീഗ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. തീവ്ര വലതുപക്ഷം എന്ന നിലയിലാണ് ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ വിഷയത്തിലും അതുപോലെ ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വിഷയത്തിലുമെല്ലാം ഇവർക്ക് ഇങ്ങനെ ഐക്യദാർഢ്യപ്പെടാൻ കഴിയുന്നത്. ഒരു വികസിത സമൂഹം എന്ന നിലയിൽ നാം, അതായത് കേരളീയർ ഉൾക്കൊള്ളേണ്ടുന്ന പല മൂല്യങ്ങളെയും എതിർത്തുകൊണ്ട് കേരളത്തെ പിന്നോട്ടേക്ക് ചവിട്ടി നീക്കുന്ന ഫാർ റൈറ്റ് വിംഗ് പാർട്ടിയാണ് മുസ്ലിം ലീഗ്. സെക്സ് എഡ്യൂക്കേഷൻ മുതൽ ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി അടക്കമുള്ള പുരോഗമനപരമായ എല്ലാത്തിനെയും എതിർക്കുന്നത് ലീഗാണ്. സ്കൂൾ സമയം മാറ്റുന്നത് മുതൽ മതമില്ലാത്ത ജീവൻ എന്ന പാഠഭാഗത്തെ പോലും പല്ലും നഖവും ഉപയോഗിച്ച് ലീഗാണ് എതിർത്തിട്ടുള്ളത്. സ്ത്രീകളെ, വിശേഷാൽ മുസ്ലിം സ്ത്രീകളെ പിന്നോക്കം നയിക്കുന്നത് ലീഗ് തന്നെയാണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടി മുസ്ലിം യാഥാസ്ഥിതിക വേഷവിധാനത്തോടെ 1ാം റാങ്ക് നേടിയാൽ ഉടനെ CH കണ്ട സ്വപ്നം എന്നൊക്കെ ലീഗുകാർ പറയും. എന്നാൽ 1ാം റാങ്ക് കിട്ടിയതിന്റെ സമ്മാനം വാങ്ങാൻ സ്റ്റേജിൽ കയറാൻ നോക്കിയാൽ വിവരം അറിയും. MBBS PhD എടുത്താലും പെൺകുട്ടികൾക്ക് മീൻകറി വെക്കാൻ അറിയുമോ എന്ന് തിരക്കും. തട്ടമൊരൽപ്പം നീങ്ങിയ ഫോട്ടോ ഫേസ്ബുക്കിലെങ്ങാനും ആരെങ്കിലും അപ്ലോഡ് ചെയ്താൽ CHന്റെ സ്വപ്നത്തെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കാൻ ലീഗിന്റെ ആങ്ങളമാരങ്ങ് വരും. വനിതാ ലീഗിന്റെ സമ്മേളനത്തിന് ഒരു ഫുൾ പേജ് പരസ്യമൊക്കെ കൊടുക്കും. പക്ഷേ ഒരു പെണ്ണുങ്ങളുടെ ചിത്രം പോലും കാണില്ല. പാണക്കാട് തങ്ങൾ മുതൽ താഴെ കമ്മിറ്റിയിലെ ഹാജിമാരുടെ അടക്കം പടങ്ങളൊക്കെ ഉണ്ടാവും, പെണ്ണുങ്ങളെ കാണാൻ പറ്റില്ല. പെൺകുട്ടികളുടെ വിവാഹപ്രായം കുറക്കാനൊക്കെ തുനിഞ്ഞിറങ്ങാനുള്ള പുരോഗമനം കേരളത്തിലുള്ള ഏക രാഷ്ട്രീയ പാർട്ടി ലീഗായിരിക്കും. പെണ്ണുങ്ങളുടെ വോട്ട് വേണം, എന്നാൽ തെരുവിലിറങ്ങിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമൊന്നും വേണ്ട എന്നാണ് ലീഗ് തിട്ടൂരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വിജയിച്ചപ്പോൾ തലശ്ശേരിയിലും വടകരയിലുമൊക്കെ തട്ടമിട്ട പെൺകുട്ടികൾ റോഡിൽ ഇറങ്ങി ആഘോഷിച്ചു. അന്ന് പൊട്ടിയ കുരുക്കൾ കാണാൻ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. വത്തക്കമാഷ്, മലപ്പുറത്തെ ഫ്ലാഷ് മോബ് എന്നൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും ലീഗിന്റെ പുരോഗമന നിലപാടുകൾ കാണാൻ സാധിക്കും. വടക്കൻ കേരളത്തിലാണ് ഏറ്റവും അധികം സദാചാര പോലീസിംഗ് കാണാൻ കഴിയുക. വിദേശ ടൂറിസ്റ്റുകൾക്ക് പോലും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് ഇറങ്ങാൻ കഴിയാത്ത ബീച്ചുകൾ ഉണ്ടെങ്കിൽ അത് ലീഗ് ശക്തി കേന്ദ്രങ്ങളിലായിരിക്കും എന്നത് തീർച്ചയാണ്. കേരളത്തിലെ രാഷ്ട്രീയ ചിത്രത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു പ്രമുഖ ശക്തി തന്നെയാണ്. ഭരണപക്ഷത്താണെങ്കിലും അതുപോലെ പ്രതിപക്ഷത്താണെങ്കിലും ഒരു സമ്മർദ്ദ ശക്തിയായി അധികാര രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുന്ന മതാധിഷ്ഠിത രാഷ്ട്രീയ ശക്തിയാണ് മുസ്ലിം ലീഗ്. കൃത്യമായും ലീഗ് ഒരു ഫാർ റൈറ്റ് വിംഗ് പാർട്ടി തന്നെയാണ്. 1948 സ്ഥാപിതമായ IUML പാകിസ്ഥാൻ രാഷ്ട്രീയത്തിന് വേദിയൊരുക്കിയ അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ പിൻഗാമിയാണ്. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ ഈ പാർട്ടി ഒരു പുതിയ രൂപത്തിൽ, ഒരു പുതിയ ഘടനയിൽ അവതരിപ്പിക്കപ്പെടുകയായിരുന്നു. സമ്പന്ന മുസ്ലിങ്ങളുടെ, മുസ്ലിം ജന്മിമാരുടെ പാർട്ടിയായിരുന്നു ലീഗ്. നാദാപുരത്തെ CPM ലീഗ് സംഘർഷങ്ങളിൽ, അവിടുത്തെ തീയ കുടിയാൻ മുസ്ലിം ജന്മി പോരുകളിൽ
ലീഗ് എവിടെയാണെന്ന് നോക്കിയാൽ തന്നെ ഈ ഒരു ഘടന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഫാർ റൈറ്റ് വിംഗ് പാർട്ടികളുടെ ഇടത് വിരുദ്ധതയും തൊഴിലാളി വിരുദ്ധതയും ഒക്കെ ലീഗിൽ വളരെ വിസിബിൾ ആണ്. ഐക്യ കേരളത്തിൽ ആദ്യ സർക്കാരായി ഇടതുപക്ഷം എത്തിയതോടെയാണ് ലീഗും കോൺഗ്രസ് ചേരിയിൽ എത്തുന്നത് എന്ന് പറയാം. അതായത് ഇടത് വിരുദ്ധതയിലൂന്നിയ രാഷ്ട്രീയ ഐക്യപ്പെടലാണ് കോൺഗ്രസുമായുള്ള ലീഗിന്റെ അടിസ്ഥാനപരമായ മുന്നണി ബന്ധം. അല്ലാതെ ഈ പറയുന്ന മതേതരത്വവും പരിപാടിയൊന്നുമല്ല. മുസ്ലിം സമൂഹത്തിന്റെ ക്ഷേമം, വിദ്യാഭ്യാസം, സാമ്പത്തിക ശാക്തീകരണം, ന്യൂനപക്ഷ അവകാശങ്ങൾ ഉറപ്പുവരുത്തൽ, മതേതരത്വം എന്നിവയിലൊക്കെ ഊന്നൽ നൽകുന്ന പ്രസ്ഥാനമാണ് ലീഗ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും സുന്നി പണ്ഡിത സഭയായ സമസ്തയുടെ ഒരു ഐഡിയോളജിയിൽ മതനേതാവായ പാണക്കാട് തങ്ങളാണ് പാർട്ടിയുടെ നേതൃത്വം വഹിക്കുന്നത്. ഇസ്ലാമിക പ്രാർത്ഥനകളോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതും അതുപോലെ തന്നെ മാസപ്പിറവി നടത്തുന്നതും ഒരേ തങ്ങൾ തന്നെയാണ്. എന്നാലും ജനാധിപത്യ മതേതര പാർട്ടി എന്നാണ് സ്വയം വിളിക്കുന്നത്. പുരോഗമന കേരളത്തെ പിന്നോട്ട് നയിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. കോളേജിൽ SFI ഉള്ളത് കൊണ്ടും അത് കഴിഞ്ഞ് ജോലിക്ക് പോയാൽ CIT ഉള്ളത് കൊണ്ടുമാണ് ഇവിടുത്തെ യുവാക്കൾ നാട് വിടുന്നത് എന്നൊക്കെ ഒരു പൊതുബോധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലൊന്ന് ചിന്തിച്ചു നോക്കുക. ക്ലാസ്സുകളിൽ ഒന്നിച്ചിരിക്കാനോ, ലിംഗഭേദമന്യേ സൗഹൃദം ഉണ്ടാക്കാനോ, പൊതുവിടങ്ങളിൽ ഒരുമിച്ചിരിക്കാനോ, വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ ഒന്ന് പുറത്തിറങ്ങാനോ, ഒന്ന് പബ്ബിൽ പോയി നൃത്തം ചെയ്യാനോ, എന്തിന് കൂട്ടുകാരോടൊപ്പം, സഹപാഠികളോടൊപ്പം ഒരു ഫ്ലാഷ് മോബ് കളിക്കാനോ പോലും ഇവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് യുവാക്കൾ സത്യത്തിൽ ഇവിടെ നിന്നും നാടുവിടുന്നത്. സംഘപരിവാറിനെ പോലെ തന്നെ അകറ്റി നിർത്തേണ്ടുന്ന വിഷപ്പാമ്പ് തന്നെയാണ് മുസ്ലിം ലീഗ്, അതിന്റെ ഐഡിയോളജി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.